അഭിജിത്ത്, ഇതിപ്പോൾ നാളെ പ്രവർത്തനം ആരംഭിക്കാനിരുന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ ഇപ്പോൾ നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെയാണ് അവിടെ ഈ പുകയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവിടെ മറ്റാളുകളില്ലാത്തത് ഭാഗ്യമെന്ന് പറയാം. ഇനി ഈ കാഷ്വാലിറ്റിയിൽ അല്ലെങ്കിൽ ഈ ബ്ലോക്കിൽ നിന്ന് മുഴുവൻ രോഗികളെയും മാറ്റുകയാണോ? ഇതിൽ മുഴുവൻ പരിശോധന നടത്തിയ ശേഷം മാത്രമല്ല ഇനി അത് പ്രവർത്തിക്കാൻ സാധിപ്പിക്കുള്ളൂ? തീർച്ചയായും കീർത്തന, അങ്ങനെ തന്നെ കഴിയുകയുള്ളൂ. കാരണം കഴിഞ്ഞ ദിവസം ഈ ഒരു അപകടമുണ്ടായതിന് പിന്നാലെ ഈ ബ്ലോക്ക് മുഴുവൻ ഒഴിപ്പിച്ചിരുന്നു, അത്യാഹിത വിഭാഗം മുഴുവൻ ഒഴിപ്പിച്ചിരുന്നു. അതിനുശേഷം ഇന്നാണ് ഇപ്പോൾ കൂടുതൽ രോഗികളെ, അതായത് ഇവിടെ നിന്ന് മാറ്റിയ രോഗികളെ, ഷിഫ്റ്റ് ചെയ്ത രോഗികളെ വീണ്ടും ഈ കെട്ടിടത്തിൻ്റെ 3-4 നിലകളിലേക്ക് തിരികെ എത്തിച്ചിരുന്നത്. അതിനു പിന്നാലെയാണ് വീണ്ടും ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നതും. തുടർന്ന് ഈ രീതിയിൽ ഇപ്പോൾ നമ്മോടൊപ്പം യൂത്ത് കോൺഗ്രസ് നേതാവ് KM അഭിജിത്ത് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് ഇവിടുത്തെ പ്രിൻസിപ്പൽ അധികാരികൾ ഇന്നെന്താ പറയുന്നത്? നിങ്ങളുടെ മാധ്യമങ്ങളോട് പറഞ്ഞു ഈ ബിൽഡിങ്ങിൽ ആരുമില്ല, രോഗികളില്ല. രോഗിയായിട്ടുള്ള ഒരു ചേച്ചിയാണ് ഒരു തവണ ട്രിപ്പ് ഇട്ട് തിരിച്ച് സ്കാൻ ചെയ്ത് തിരിച്ചു വന്നത്. അപ്പോൾ അവർ ഇപ്പോൾ ഉള്ളോട്ട് കയറ്റുന്നില്ല. അപ്പോൾ ഇവർ ആരോടൊക്കെ എന്തൊക്കെ ഒളിക്കുകയാണ്. ഇത് നടത്തിക്കൊണ്ട് പോകേണ്ട ആളുകൾ കളവ് പറയുന്നു മാധ്യമങ്ങൾക്ക് മുമ്പിൽ. നിങ്ങളുടെ മുൻപിലല്ലേ ഇപ്പോൾ ആ ചേച്ചി പറഞ്ഞത് ഇവിടെ നിന്ന് 3-ാം വാർഡിൽ നിന്ന് ട്രിപ്പ് ഇട്ടു. ആ ട്രിപ്പ് ഇട്ടിട്ട് ആൾ വീണ്ടും തിരിച്ചു വരുമ്പോൾ അവർ ഉള്ളോട്ട് കയറ്റുന്നില്ല. അതേസമയം ഇവിടുത്തെ ഡോക്ടറും ഉത്തരവാദിത്തപ്പെട്ട ആളുകളും പറയും ഉള്ളിൽ ആരുമില്ല, ആരെയും കയറ്റിയിട്ടില്ല. ഇതൊരു ആതുര സേവന കേന്ദ്രമാണ്, അഭയകേന്ദ്രമാണ് ജനങ്ങളുടെ. ആ അഭയകേന്ദ്രത്തെ ആശങ്ക കേന്ദ്രമാക്കുകയാണ് ഇവിടുത്തെ അധികാരികൾ. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് പച്ചക്കള്ളം പറയുകയാണ്. ആ രോഗികൾ ഉണ്ടെന്ന് അവരെന്നെ പറഞ്ഞല്ലോ നിങ്ങളോട്. ഞങ്ങളിപ്പോ അന്വേഷിച്ചപ്പോൾ 35ഓളം രോഗികളെ ന്യൂറോ സർജറി വാർഡിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് രാവിലെ ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അതിനുശേഷം അവരെ തള്ളി അതിനുള്ള അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഇത് രോഗികൾ ഓടിച്ചുകൊണ്ടിരിക്കുക. അത് തീർച്ചയല്ലേ. ഇവിടെ 3-ാം വാർഡിൽ നിന്ന് ഇന്ന് രാവിലെ 3-ാം വാർഡിൽ വന്ന് യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ വന്ന് ട്രിപ്പ് ഇട്ട് സ്കാനിങ്ങിന് അപ്പുറത്ത് പോയി തിരിച്ചു വന്ന ഒരു പേഷ്യന്റിനെ ഇപ്പൊ ഉള്ളോട്ട് കയറ്റിയില്ല. ഇത് ഞങ്ങൾ വെറുതെ പറയുന്നല്ലോ. ആ ചേച്ചി നിങ്ങളോട് പറഞ്ഞല്ലോ. ഇപ്പൊ അവരിത് പറയുമ്പോൾ കുറച്ച് ആളുകൾ ചേർന്ന് അവരെ ഇവിടെയല്ല അപ്പുറത്തെ ബ്ലോക്കിൽ പോകണം, 17-ാം ബ്ലോക്കിൽ പോകണം എന്ന് പറഞ്ഞ ആളുകളെ മാറ്റാണ്. ഒരു ഉത്തരവാദിത്തത്തിന്റെ അങ്ങേയറ്റത്തെ നിരുത്തരവാദിത്തപരമായിട്ടുള്ള പെരുമാറ്റത്തോടെ നടക്കുക. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ കുറെ ആളുകളും. നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം ഇവിടെ നടക്കണ്ടേ? അന്വേഷണം നടത്തിയ ആളുകളെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് വീണ്ടും വരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവണ്ടേ? അതൊന്നും ഇല്ലെന്നിരിക്കെ പിന്നെ എന്തിനാണ് ഈ ജനങ്ങളെ അവരുടെ ജീവൻ വെച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇപ്പൊ വീണ്ടും പുകയേറുന്ന സാഹചര്യം വരിക. ആരാ ഇതിനൊക്കെ മറുപടി പറയേണ്ടത്? മറുപടി പറയേണ്ട ആളുകളിൽ നിന്ന് ഒളിച്ചോടുന്നു, നിങ്ങളെ കബളിപ്പിക്കുന്നു, പൊതുസമൂഹത്തെ കബളിപ്പിക്കുന്നു. ഏതായാലും കീർത്തന, അത് തന്നെയാണ് ഇപ്പോൾ KM അഭിജിത്ത് പറയുന്നത്. അതായത് ഇവിടെ നിന്ന് രോഗികളെ മാറ്റിയിരുന്നു. കഴിഞ്ഞ അപകടമുണ്ടായതിന് പിന്നാലെ രോഗികളെ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തു. ഈ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പൂർണ്ണമായി പ്രവർത്തന സജ്ജമാകാതെ വീണ്ടും എന്തിനാണ് രോഗികളെ ഇവിടെ പ്രവേശിപ്പിച്ചത്? ഈ ചോദ്യമാണ്, ഈ രാഷ്ട്രീയ ചോദ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അതായത് കഴിഞ്ഞ തീപിടുത്തത്തിന് പിന്നാലെ അവിടെ നിന്ന് രോഗികളെ മാറ്റിയിരുന്നു. പക്ഷേ പിന്നാലെ വീണ്ടും ഈ ബ്ലോക്കിലേക്ക് തന്നെ അവരെ തിരികെ കയറ്റിയിരുന്നു. 35ഓളം രോഗികൾ ഈ 3-ാം നിലയിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് നേരത്തെ പ്രതികരണങ്ങളിൽ നിന്നുള്ളൊക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു ആരോപണമാണ് രാഷ്ട്രീയ നേതാക്കളടക്കം ഉന്നയിക്കുന്നത്. എന്തുകൊണ്ട് ഇതിലൊരു പരിശോധന പൂർത്തിയായ ശേഷം മാത്രമേ ഇതിൽ രോഗികളെ കയറ്റാവൂ, അല്ലെങ്കിൽ അത്തരത്തിൽ കയറ്റിയാൽ മതിയായിരുന്നു എന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്.